കാറ്റിന് കുറച്ച് ശക്തി കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ചെറുകിട കർഷകരെന്ന് പറയുമ്പോൾ ഇപ്പം വാഴ കൃഷി അതേപോലെയുള്ള കൃഷികൾ, അതായത് കാറ്റ് ഇതിന് മുഖ്യ ഘടകമാണ്. കാറ്റും വൃഷ്ടിയും മഴ പ്രധാനമായിട്ടാണ് കാലവർഷം പെയ്യാറ്. പക്ഷേ ഇത്തവണ നമുക്ക് ഒരു വേനൽ മഴയും അതിനോടനുബന്ധിച്ച് ഇടിവെട്ടലും മിന്നലും കാറ്റും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലുണ്ട്. അശ്വതി മുതൽ രോഹിണി വരെയുള്ള നക്ഷത്രക്കാർക്ക് പൊതുവെ വിഷു സംക്രമ ഫലം, ഇത് അവർക്ക് പൊതുവിൽ സമ്പൽ സമൃദ്ധി, പിന്നെ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ പ്രൊമോഷൻ, ജോലിയുള്ളവർ പ്രൊമോഷനൊക്കെ ട്രൈ ചെയ്യുന്നവർക്കും ഈ ഒരു വർഷം വളരെ നന്നായിട്ട് അവർക്ക് സ്ഥാനമാറ്റം എന്ന് പറയുമ്പോൾ സ്ഥാനക്കയറ്റമാണ്. അതുപോലെ സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളൊക്കെ വർദ്ധിക്കുക. എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഈ വർഷം ആരെയാ ഉപാസിക്കേണ്ടത്, ആരെയാ കാണേണ്ടത്, എന്താ ചെയ്യേണ്ടത് ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. വിഷുബലം 2025-2026 എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ, സന്തോഷവും ഐശ്വര്യമുള്ള ദിവസങ്ങളാകട്ടെ. അബാക് മീഡിയയുടെ വിഷുബല ആശംസകൾ. നമസ്കാരം. 1200-ാം ആണ്ടത്തെ വിഷുവാണ് വരുന്നത്. എല്ലാവർക്കും എല്ലാ സമൃദ്ധിയും എല്ലാ സന്തോഷങ്ങളും ഉള്ള സമാധാനപരമായിട്ടുള്ള വിഷു ഇനി മുതൽ തുടർന്ന് അങ്ങോട്ടൊരു വർഷം പുതുവത്സരം എല്ലാവർക്കും നന്മയുള്ളതായിരിക്കട്ടെ എന്ന ആശംസയോടെ നമുക്ക് ആരംഭിക്കാം. അതെ ടീച്ചറെ, വളരെ സന്തോഷത്തിലാണ് ഞാൻ ഇന്നിരിക്കുന്നത്. കാരണം ഈ വിഷുദിനം എന്ന് പറയുന്നത് മലയാളികൾക്ക് വളരെ പ്രാധാന്യമാണ്. അതിനോടൊപ്പം തന്നെ ഈ വിഷു എന്ന് പറയുന്നത് സാറ്റേൺ ട്രാൻസിറ്റും ജൂപ്പിറ്റർ ട്രാൻസിറ്റിന്റെ ഒരു കൊളാബറേഷൻ ആണ് അല്ലെ. കുറേ പേരുടെ വിഷമങ്ങൾ ഒരുപാട് മാറുകയും നല്ല നല്ല പോസിറ്റീവ് അനുഭവങ്ങൾ സാറ്റേൺ മാറിയ സമയത്ത് വന്നു തുടങ്ങി അല്ലെ. സോ അപ്പോൾ ഈ വരുന്ന 2026 വിഷു 25-26 വിഷുക്കാലം എങ്ങനെയായിരിക്കും ഓരോ നക്ഷത്രക്കാർക്കും ഉള്ളത് ഒന്ന് പറയാമോ? തീർച്ചയായും. നമ്മൾ ഈ വിഷുഫലം പറയുന്നത് പ്രധാനമായിട്ടും ഒന്ന് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട ഫലത്തെയാണ് പ്രധാനമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ബാക്കി ഇപ്പം പുതുവർഷം ചിങ്ങമാസം പിറക്കുമ്പോൾ പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പ്രകൃതി, ഇത് കൃഷി, ഈ വിഷു എന്ന് പറയുന്നത് കാർഷിക വർഷത്തിന്റെ ആരംഭമാണ്. നമ്മളെ സംബന്ധിച്ചുള്ള വർഷത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് ചിങ്ങമാസം മുതൽക്കാണ് കൊല്ലവർഷം ആരംഭിക്കുന്നത്. വിഷുവിലെ പുതുവർഷം കാർഷിക വിഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കർഷക പ്രധാനമായിട്ടുള്ള പുതുവർഷമാണ്. നിലമൊരുക്കുകയും അടുത്ത വർഷം ഈ വർഷത്തെ എല്ലാ വിളവെടുപ്പും കഴിഞ്ഞതിന് ശേഷം പുതിയ കാർഷിക വർഷം ആരംഭിക്കുമ്പോൾ അതിനുള്ള മുന്നോടിയായിട്ട് സൂര്യൻ്റെ ഉച്ചരാശിയിലേക്കുള്ള പ്രവേശത്തോടനുബന്ധിച്ച് സൂര്യനും ഭൂമിയും ചന്ദ്രനുമായിട്ടുള്ള ത്രികോണ ബന്ധത്തിൽ കൂടി ഭൂമിയിലുള്ള നമ്മളുടെ കൃഷിയാണ് മനുഷ്യവംശത്തെ നിലനിർത്തുന്നത് തന്നെ. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഭൂമി ഒരുക്കുന്നതിൻ്റെ പുതിയ കൃഷിയിലേക്ക് ഭൂമി ഒരുക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ വിഷു വരുന്നത്. അങ്ങനെയാണ് ഇത് ആഘോഷമാകുന്നത്, അനുഷ്ഠാനമാകുന്നത്, ആചാരമാകുന്നത് എല്ലാം. അപ്പോൾ പ്രധാനമായിട്ട് നമ്മളപ്പോൾ കൃഷിപ്രധാനമായിട്ടുള്ള രീതിയിലാണ് വിഷു ഫലത്തെ തുടങ്ങി വെക്കുക. അപ്പോൾ ഈ വർഷത്തെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന കർഷകർക്ക് അനുകൂലമാണോ, അല്ലെങ്കിൽ എത്രത്തോളം അവർ മുൻകരുതലുകൾ എടുക്കണം, ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക. അതിൽ ഈ മേഷ സംക്രമം അതിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് ഏത് നക്ഷത്രത്തിൽ ആണ് സംക്രമിക്കുന്നത്, ഏത് തിഥിയിലാണ്, എത്ര മണിക്കാണ്, അല്ലെങ്കിൽ ഏത് രാശിയിലാണ്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ വർഷത്തെ ഒരു കാലാവസ്ഥ അനുകൂലമാണോ എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അതിൽ ഈ വർഷം നമുക്ക് കാലവർഷം പൊതുവെ സാമാന്യം ഭേദപ്പെട്ട വർഷമായിരിക്കും എന്നാണ് പറയേണ്ടത്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മഴ കിട്ടുകയും അതേപോലെ തന്നെ സാധാരണഗതിയിൽ നമുക്ക് കാലവർഷം എന്ന് പറയുന്നത് ഒരു ജൂൺ 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെയുള്ള ഈ ദിവസങ്ങളിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിൽ തൊട്ട് മുന്നേ, അതായത് മെയ് മാസം അവസാനത്തോടു കൂടി കാലവർഷം ആരംഭിക്കുമെന്നും തുടർന്ന് കാലവർഷം പതുക്കെ ശക്തമാവുകയും ഏതാണ്ട് ജൂൺ മാസം ഒടുവിൽ വരെയും നമുക്ക് മഴ ലഭിക്കും എന്ന് തന്നെയാണ് ഇന്നത്തെ ഒരു രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സാമാന്യം ഭേദപ്പെട്ട മഴയും അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റിന് കുറച്ച് ശക്തി കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ചെറുകിട കർഷകരെന്ന് പറയുമ്പോൾ ഇപ്പം വാഴ കൃഷി അതേപോലെയുള്ള കൃഷികൾ, അതായത് കാറ്റ് ഇതിന് മുഖ്യ ഘടകമാണ്.
ഇത് വാഴ മറിഞ്ഞു വീഴാൻ, അതുപോലെയുള്ള ചെറിയ ചെറിയ കൃഷികൾ, ഈ കുറ്റിച്ചെടികൾ പോലെയുള്ള, അല്ലെങ്കിൽ വാഴയെ നമ്മൾ എതിൽ പെടുത്തണമെന്ന് നമുക്ക് അറിയില്ല എങ്കിലും അത്തരത്തിലല്ല. അതുപോലെ നെൽകൃഷിക്കാർ, കാറ്റ് ഇതിനെ വല്ലാതെ സ്വാധീനിക്കും, അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. എങ്കിലും നമുക്ക് കൃഷിക്ക് പൊതുവെ വലിയ ദോഷം ചെയ്യാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ ഈ കാലവർഷം മാത്രമല്ല, തുലാവർഷത്തിൻ്റെ കാര്യവും. തുലാവർഷം പറയുമ്പോൾ അതിന് മുന്നേ തന്നെ ഇപ്പോൾ ഈ കാലവർഷം സാധാരണഗതിയിൽ നമുക്ക് ഇടിയും മിന്നലും ഒന്നും ഉണ്ടാവാറില്ല. അതൊരു ശാന്തമായിട്ടുള്ള വൃഷ്ടി പ്രധാനമായിട്ടുള്ള, കാറ്റും വൃഷ്ടിയും മഴ പ്രധാനമായിട്ടാണ് കാലവർഷം പെയ്യാറ്. പക്ഷേ ഇത്തവണ നമുക്ക് ഒരു വേനൽ മഴയും അതിനോടനുബന്ധിച്ച് ഇടിവെട്ടലും മിന്നലും കാറ്റും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തുലാവർഷവും അങ്ങനെ തന്നെയാണ്. തുലാവർഷവും കുറച്ച് നേരത്തെ ആരംഭിക്കും എന്നാണ് നമ്മൾ ഈ ഒരു ഗ്രഹനില വശാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ തുലാവർഷവും അതിഗംഭീരം എന്ന് പറഞ്ഞുകൂടാ എങ്കിൽ പോലും സാമാന്യമായിട്ടുള്ള മഴ ഇത്തവണ ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പൊതുവെ പ്രകൃതി കൃഷിക്കാർക്ക് കുറച്ചുകൂടി അനുകൂലമായിട്ടുള്ള ഒരു വർഷമായിരിക്കും എന്നാണ് നമ്മുടെ ഒരു കണക്ക് കൂട്ടൽ. പിന്നെ മനുഷ്യരുടെ ഈ പ്രകൃതിയിലേക്കുള്ള കടന്നു കയറ്റം മൂലം ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന് അതിന് നമ്മൾ ഉത്തരവാദികളല്ല. ഒരു തരത്തിൽ ജ്യോതിഷികൾ മാത്രമായിട്ട് അതിന് ഉത്തരവാദികളാകുന്നില്ല, നമ്മളെല്ലാവരും എന്നതുപോലെ മാത്രമാണ് ജ്യോതിഷികളും അത്തരത്തിലുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. ടീച്ചറെ, വളരെ സന്തോഷം. ഒരു ജനറിക് ആയിട്ടുള്ള വിഷുബല പ്രഡിക്ഷൻസ് കേൾക്കാൻ സാഹചര്യം ഉണ്ടായി. സാധാരണ രീതിയിൽ ഒരുപാട് ജ്യോതിഷന്മാർ പല രീതിയിൽ വിശകലനം ചെയ്തതിന് ശേഷം മാത്രമാണ് ഒരു പ്രഡിക്ഷൻസ് അല്ലെങ്കിൽ ഫോർകാസ്റ്റ് തരിക. ഇപ്പൊ ടീച്ചറുടെ ഒരു നിരീക്ഷണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ പല സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്. അതിന്റെ ഓൾമോസ്റ്റ് ആക്യുറസി എന്നുള്ള നിലയിലാണ് നിൽക്കുന്നത്. ഒരുപാട് ഫീഡ്ബാക്കും വരുന്നുണ്ട്. സോ ഇനിയിപ്പോ സാധാരണ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവരുടെ വിഷുഫലം അല്ലെങ്കിൽ അവരുടെ അടുത്ത വർഷം എന്തായിരിക്കും എന്നുള്ളതാണ്. ഈവൻ നമ്മൾ പോലും നോക്കുന്നുണ്ട് അടുത്ത വർഷം നമുക്ക് എന്തായിരിക്കും എന്നുള്ളത്. ഓരോ നക്ഷത്രക്കാർക്കും വരുന്ന യോഗങ്ങളും അല്ലെങ്കിൽ ഓരോ നക്ഷത്രക്കാരെ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾക്കും ഒരു എന്താ പറയുക, ഒരു ഫുൾ സ്റ്റോപ്പ് എന്നുള്ള നിലയിൽ പോസിറ്റീവ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഒന്ന് പറയാമോ? തീർച്ചയായും. നമ്മൾ സാധാരണ വിഷുഫലം പറയുമ്പോൾ, വ്യക്തികളുടെ ഫലം പറയുമ്പോൾ മറ്റൊരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോ രാശിക്കാരുടേതാണ് പറയാറ്. മേടക്കൂറുകാരുടെ അശ്വതി ഭരണി കാർത്തിക കാല മേടക്കൂറ് ആ ഒരു കാറ്റഗറിയിൽ പെടുത്തിയിട്ടാണ് ഫലം പറയാറ്. വിഷുഫലത്തിന് അങ്ങനെയല്ല പറയുന്നത്. വിഷു സംക്രമ സമയത്തെ വെച്ചിട്ട് ആദിശൂലം, മധ്യശൂലം, അന്ത്യശൂലം, ആദിഷഡ്കം, മധ്യഷഡ്കം, അന്ത്യഷഡ്കം ഇങ്ങനെയുള്ള മറ്റൊരു ഗണിതക്രിയയിൽ കൂടി വരുത്തിയിട്ടാണ് അതിൽ നിന്നുള്ള ഫലത്തെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. അങ്ങനെ വരുമ്പോൾ മേടക്കൂറ് ഇടവക്കൂറ് എന്നുള്ള വ്യത്യാസത്തിലല്ല, അശ്വതി ഭരണി കാർത്തിക രോഹിണി ഈ 4 നക്ഷത്രക്കാരുടെ ഒരുമിച്ചാണ് ഫലം പറയുന്നത്. അപ്പോൾ അത് ഈ മധ്യഷഡ്കത്തിൽ വരുന്നു, അന്ത്യഷഡ്കത്തിൽ വരുന്നു, ഇത്തരത്തിലുള്ള ഒരു ഗണിതത്തിൽ നിന്നും കണ്ടെത്തിയിട്ടാണ് പറയുന്നത്. അതിപ്പോൾ വിസ്തരിച്ച് പറഞ്ഞത് കൊണ്ട് പ്രയോജനമില്ലെന്ന് തോന്നുന്നു. ഫലത്തെ ഞാൻ പറയാം. ഈ ഇത്രയും നക്ഷത്രക്കാർ അശ്വതി മുതൽ രോഹിണി വരെയുള്ള നക്ഷത്രക്കാർക്ക് പൊതുവെ വിഷു സംക്രമ ഫലം, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് വിഷു സംക്രമ ഫലത്തെയാണ് നമ്മൾ പറയുന്നത് എന്നുള്ളത്. ബാക്കി ഫലങ്ങൾ ശനിമാറ്റത്തിൻ്റെയും അതുപോലെ വ്യാഴമാറ്റത്തിൻ്റെയും രാഹുമാറ്റത്തിൻ്റെയും ഒക്കെ വേറെ തന്നെ എടുത്തിട്ടാണ് പറയുന്നത്. വിഷുഫലമാണിത്. ഇത് ഓരോരുത്തർക്കും വെവ്വേറെയാണോ എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ എല്ലാം മിശ്രഫലമാണ് ഒരു വ്യക്തിക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. എങ്കിലും വിഷു സംക്രമവശാലുള്ള ഫലം ഇത്രയും അശ്വതി മുതൽ രോഹിണി വരെയുള്ള നക്ഷത്രക്കാർക്ക് പൊതുവെ നന്നായിട്ടാണ് കാണുന്നത്. അവർക്ക് പൊതുവിൽ സമ്പൽ സമൃദ്ധി, പിന്നെ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുക. അതേപോലെ ഇപ്പോൾ ഉദ്യോഗത്തിന് നോക്കുന്നവർക്ക്, ജോലിക്ക് നോക്കുന്നവർക്കൊക്കെ ഗുണപരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ പ്രൊമോഷൻ, ജോലിയുള്ളവർ പ്രൊമോഷനൊക്കെ ട്രൈ ചെയ്യുന്നവർക്കും ഈ ഒരു വർഷം വളരെ നന്നായിട്ട് അവർക്ക് സ്ഥാനമാറ്റം എന്ന് പറയുമ്പോൾ സ്ഥാനക്കയറ്റമാണ്. അതുപോലെ സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളൊക്കെ വർദ്ധിക്കുക. അത് രാജബഹുമാനം എന്നാണ് നമ്മൾ പറയുക. രാജബഹുമാനം എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ സർക്കാരാണ്. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ പ്രത്യേകിച്ചും ബഹുമതികളായിട്ട് തന്നെ ലഭിച്ചേക്കാം. അവാർഡുകൾ പോലെയുള്ള അല്ലെങ്കിൽ സമ്മാനങ്ങൾ, പദവികൾ, ഇത്തരത്തിലൊക്കെയുള്ള വളരെ ഗുണപരമായിട്ടുള്ള വിഷുഫലത്തെയാണ് അശ്വതി മുതൽ രോഹിണി വരെയുള്ള നക്ഷത്രക്കാർക്ക് പറയുന്നത്. ഈ നമ്മുടെ സാധാരണ രീതിയിൽ ഈ മധ്യശൂല എന്താ പറയുക, നമ്മുടെ ഈ പറയുന്ന ഡിഫറെന്റ് രീതിയിലുള്ള ഗണിതം, അതായത് ഈ പറയുന്ന ആദ്യശൂലം, മധ്യശൂലം, അന്ത്യശൂലം, ഈ പറയുന്ന ഗണിത പ്രകാരം ചെയ്യുന്ന സമയത്ത് സാധാരണ രീതിയിലുള്ള പ്രഡിക്ഷൻസിനേക്കാളും കൂടുതൽ ആക്യുറസി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ഇപ്പൊ നോർമലി ഇപ്പോ അടുത്ത വർഷത്തെ ഫലം എനിക്ക് ഫോർ എക്സാമ്പിൾ അറിയാം.
ഈ ഗണിതപ്രകാരം നമ്മൾ നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി വിഭിന്നമായിരിക്കും, അതെ. അല്ലെ? അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഈ വർഷം ആരെയാ ഉപാസിക്കേണ്ടത്, ആരെയാ കാണേണ്ടത്, എന്താ ചെയ്യേണ്ടത് ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനം അവനവന് തൃപ്തികരമായിട്ടുള്ള ഒരേ ഒരു ചൈതന്യത്തിന്റെ വിവിധ ഭാവങ്ങളെയാണ് നമ്മൾ വിവിധ പേരുകളിൽ വിളിക്കുന്നത്. അതിപ്പം ദേവിയാണ്, ഭഗവതിയാണ്, ഭദ്രകാളിയാണ്, അതല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രത്യങ്കിരിയാണ്, ഇങ്ങനെയൊക്കെ വിവിധ ദേവീഭാവങ്ങളിൽ പറയുന്നുണ്ട്. മഹാവിഷ്ണുവിനെ തന്നെ നരസിംഹമായിട്ടും കൃഷ്ണനായിട്ടും രാമനായിട്ടും വിളിക്കുന്നുണ്ട്. ശിവന്റെ വിവിധ ഭാവങ്ങളുണ്ട്, കിരാതമൂർത്തിയുണ്ട്, അതല്ലാതെ ഭഗവതിയോട് ചേർന്നിരിക്കുന്ന, പാർവതിയോട് ചേർന്നിരിക്കുന്ന ഭാവങ്ങളുണ്ട്. ഇങ്ങനെ ഏകമായിട്ടുള്ള ഒരു ചൈതന്യത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള പ്രത്യേകതകൾ കൊണ്ട് നമുക്ക് ഏറ്റവും സ്യൂട്ടാവുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും തൃപ്തികരമായിട്ടുള്ള ഭാവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. പിന്നെ നമുക്ക് എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ സർവേശ്വരാണാധിഷണേസ്തി നിത്യം എന്ന് ജ്യോതിശാസ്ത്രത്തിലൊരു പ്രമാണമുണ്ട്, വ്യാഴപ്രീതി. ഏത് തരം ദോഷത്തിനും, ഏത് ഗ്രഹത്തെ കൊണ്ടുള്ള ദോഷത്തിനും വ്യാഴപ്രീതി ചെയ്തു കഴിഞ്ഞാൽ വളരെ ഉത്തമമാണ്, എല്ലാ ദൈവങ്ങളും പ്രസാദിക്കും. വ്യാഴം എന്ന് പറയുന്നത് വിഷ്ണു പ്രതീകമായിട്ടാണ് പറയുന്നത്. അപ്പോൾ വിഷ്ണു പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള, അപ്പോൾ വ്യാഴപ്രീതി വരും, വ്യാഴപ്രീതി വരുന്നതോടുകൂടിയുള്ള ബാക്കി എല്ലാ ഗ്രഹങ്ങളുടെയും അനുഗ്രഹം നമുക്ക്, അവയെ കൊണ്ടുള്ള തടസ്സങ്ങൾ മാറുകയും അവയുടെയൊക്കെ അനുഗ്രഹം നമുക്ക് സിദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും അധികം നമുക്ക് പറയാൻ പറ്റുന്നത് ഗുരുവായൂരപ്പനെ ഭജിച്ചോളൂ. തീർച്ചയായിട്ടും ഗുരുവായൂരപ്പനെ ഭജിച്ചോളൂ, പൂർണ്ണത്രയീശനെ ഭജിച്ചോളൂ. ഇപ്പൊ കാരണം എല്ലാവർക്കും ഒരു പക്ഷേ ഗുരുവായൂരിലേക്ക് എത്താൻ സാധിച്ചു എന്ന് വരില്ല. കാരണം നമുക്ക് അതും അവിടെ പ്രധാനമാണ്. കാരണം തിരുവനന്തപുരത്ത് ആണെങ്കിൽ പത്മനാഭസ്വാമിയുണ്ട്. പത്മനാഭസ്വാമിയെ എല്ലാം വിഷ്ണുവിന്റെ ഒരു പൂർണ്ണ സ്വരൂപമാണ് എന്നുള്ളതാണ്, വിഷ്ണുവിന്റെ പൂർണ്ണ ചൈതന്യത്തോടു കൂടിയിരിക്കുന്നതാണ്. അവിടെ പത്മനാഭസ്വാമി വളരെ സ്വസ്ഥനായിട്ട് ആ അനന്തന്റെ പുറത്ത് സുഖകരമായിട്ടുള്ള അവസ്ഥയിൽ ശയിക്കുന്ന അവസ്ഥയിലാണ്. ഇവിടെ മധ്യകേരളത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് പൂർണ്ണത്രയീശനാണ്, പൂർണ്ണവേദപുരിയാണ്. അദ്ദേഹം വളരെ ജാഗരൂകനായിട്ടാണ് ഇരിക്കുന്നത് എന്നാണ്. ആര് വേണമെങ്കിലും വരൂ, ഞാൻ കേൾക്കാം, നിങ്ങളുടെ ആവലാതി എന്താണ്, പരാതി എന്താണ്, പരിഭവം എന്താണ്, നിങ്ങൾക്ക് എന്താണ് എന്ന് കേൾക്കാൻ തയ്യാറായിട്ടാണ് പൂർണ്ണത്രയീശൻ ഇരിക്കുന്നത്. അതുപോലെ ഗുരുവായൂരപ്പൻ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്, വരൂ, ഓടി വരൂ, ഓടി വരൂ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളെയും കേൾക്കാൻ, വേഗം പറയോ, എനിക്കിതാ നിങ്ങളുടെ കഴിഞ്ഞിട്ട് അടുത്തയാളുടെയും കേൾക്കാനുണ്ട്, എനിക്ക് നോക്കൂ എത്ര പേരാണ് കാത്തിരിക്കുന്നത് എന്നെ, അങ്ങനെ തിരക്ക് പിടിച്ചിട്ട് അദ്ദേഹവും നിൽക്കേണ്ടത്. അപ്പോൾ ഈ മൂന്ന് ചൈതന്യം ശരിക്കും പരിപൂർണമായിട്ടുള്ള വൈഷ്ണവ ചൈതന്യം ഉൾക്കൊള്ളുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഗുരുവായൂരപ്പനെ ആശ്രയിക്കുക. നിങ്ങൾ എന്നല്ല, നമ്മളെല്ലാവരും ഗുരുവായൂരപ്പനെ ആശ്രയിക്കാം, പൂർണ്ണത്രയീശനെ ആശ്രയിക്കാം, പത്മനാഭസ്വാമിയെ ആശ്രയിക്കാം. ടീച്ചറെ സന്തോഷം. അതായത് ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് നല്ലത് മാത്രം വരട്ടെ, വിഷുബലം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നല്ലൊരു അനുഭവമായി മാറട്ടെ. സാധാരണ രീതിയിൽ എല്ലാവർക്കും ഈ പറയുന്ന നമ്മുടെ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ, മഹാവിഷ്ണു അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ ഗുരുവായൂർ പോയി തൊഴാനും ഗുരുവായൂരപ്പനോട് അവരുടെ വിഷമങ്ങൾ പറയാനുള്ളൊരു ഭാഗ്യം ഉണ്ടാകട്ടെ. അങ്ങനെ ഗുരുവായൂർ ഓടിയെത്താൻ പറ്റാത്തവർക്ക് പൂർണ്ണവേദപുരിയിലേക്ക്, അതായത് എറണാകുളത്തെ പൂർണ്ണത്രയീശൻ്റെ അമ്പലത്തിലേക്ക് പോകാൻ ഭാഗ്യമുണ്ടാകട്ടെ. അതുപോലെ അത് മധ്യകേരളം, ടീച്ചർ പറഞ്ഞ പോലെ ട്രിവാൻഡ്രമുള്ളവർ കാണുന്നുണ്ടെങ്കിൽ ശ്രീ പത്മനാഭനെ തൊഴുവാനും ഈ പറയുന്ന വർഷത്തിലെ വിഷമങ്ങൾ പറയാനും ഭാഗ്യമുണ്ടാകട്ടെ. അവരുടെ ജീവിതത്തിൽ നല്ലത് മാത്രം വരട്ടെ. അതിലുപരി ഈ വിഷുബലത്തിനകത്ത് സാധാരണ രീതിയിലുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും ജാതകമുണ്ട്, അല്ലെ? നമ്മളെല്ലാവരും, നമ്മുടെ ഒരു വലിയൊരു ഭാഗ്യമാണ് കേരളത്തിനകത്ത് ജനിക്കുക. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ജാതകത്തിന് പ്രയോറിറ്റി ഉണ്ടാകാം, പക്ഷെ അവിടെ ഒരു ടൈം ഓഫ് ബർത്തിനൊരു ആക്യുറസി മേ ബി ഉണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു നമ്മുടെ ഭാരതത്തിൽ ഏറ്റവും അധികം ജാതകത്തിന് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്, ജാതക ഫലം കൃത്യമായിട്ട് പ്രവചിക്കുന്നത്, ഈ ഫലത്തിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നതും ഒക്കെ കേരളത്തിലാണ്. അതെ, കേരളത്തിൽ തന്ത്രശാസ്ത്രത്തിനും ഈ പറയുന്ന ജ്യോതിശാസ്ത്രത്തിനും വളരെ പ്രാധാന്യമുണ്ട്. വളരെ പാണ്ഡിത്യമുള്ള ഒരുപാട് ജ്യോതിഷന്മാരും ജ്യോതിഷികളുമുള്ള കേരളത്തിൽ നമുക്ക് ജനിക്കുവാൻ പറ്റുന്ന ഏറ്റവും വലിയ മഹാഭാഗ്യമാണ്. ഈ പറയുന്ന എല്ലാ പേർക്കും ജാതകം നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ജനന സമയം, ജനന തീയതി, എവിടെയാണോ ജനിച്ച സ്ഥലം, ഈ 3 വിവരങ്ങളും ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള വിഷുബലം നമ്മൾ കൊടുക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്ക് ജാതകം, മുഹൂർത്തം, പൊരുത്തം, അതിലുപരി നമ്മൾ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ എന്താണോ എന്ന് നിങ്ങൾക്കറിയുവാൻ നമ്മുടെ പാനലിലെ വിദഗ്ധന്മാരായ ജ്യോതിഷന്മാരുടെ സേവനം നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട്. അതായത് നമ്മൾ ജനിക്കുന്ന സമയത്തുള്ള ജനന സമയം, ജനന തീയതി, ജനന സ്ഥലം
ഒരുപാട് പേർക്ക് അത് അറിയാം. പക്ഷേ ജനന സമയത്തിൽ ചെറിയൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ദശയിൽ മാറ്റം വരാം, നമ്മുടെ ഗ്രഹസ്ഥിതിയിൽ മാറ്റം വരാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കൊടുക്കുന്ന സമയമാണ് ഒരു ജ്യോതിഷൻ എടുക്കുക. അപ്പോൾ ജ്യോതിഷൻ നമുക്ക് 100% തെറ്റു പറയാൻ പറ്റില്ല. ഈ ജ്യോതിഷന്റെ കഴിവാണ് നമ്മുടെ ഫ്യൂച്ചർ പ്രഡിക്ഷൻസ് എന്ന് പറയുന്നത്, അല്ലേ? സാധാരണ രീതിയിൽ ഒരു ജാതകം, ഒരു ജ്യോതിഷൻ, ഒരു ദൈവജ്ഞൻ ചെയ്തെടുക്കാൻ എടുക്കുന്ന സമയം 3 മണിക്കൂർ മുതൽ 4 മണിക്കൂറാണ്. പക്ഷേ ഇപ്പോഴത്തെ കാലത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ജ്യോതിഷന്മാരും നിരന്തരമായി പല രീതിയിലുള്ള സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 100% പ്രഡിക്ഷൻസ് കറക്റ്റ് ആണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. 100% അതിൻ്റെ കാൽക്കുലേഷൻസ് പൂർണ്ണമായിട്ടും കറക്റ്റാണ്. ഈ കാൽക്കുലേഷൻസ് എടുത്തിട്ട് ജ്യോതിഷന്മാർ പൂർണ്ണമായും നിങ്ങളെ ഒരു വഴികാട്ടിയായി, നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഇരുട്ടത്തൊരു ടോർച്ചായിട്ടാണ് നമ്മുടെ കൂടെ ജ്യോതിഷന്മാർ എന്ന് നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും നല്ല ജ്യോതിഷന്മാരുള്ള കേരളത്തിൽ പൂർണ്ണമായും നമ്മുടെ ജാതകം അനലൈസ് ചെയ്യാനും നമ്മുടെ ജീവിതത്തിനെ അടുത്ത ലെവലിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാനുമുള്ള ജ്യോതിഷന്മാർ നമ്മുടെ പാനലിലുണ്ട്. നിങ്ങൾക്ക് ജ്യോതിഷപരമായ എന്ത് സേവനങ്ങൾക്കോ പൂജാപരമായ എന്ത് സേവനങ്ങൾക്കോ, അതിലുപരി വാസ്തു വളരെ പ്രാധാന്യമുള്ള സംഭവമാണ്. വാസ്തു സംബന്ധമായ സേവനങ്ങൾക്കോ നമ്മുടെ പാനലിലെ ജ്യോതിഷന്മാരുമായിട്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. നന്ദി, നമസ്കാരം.